ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചാരെ നിൽക്കാനും സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജ്യോതിഷ. ഞാൻ ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നു. 2023 ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ വളരെ നിരാശയും ഡിപ്രഷനിലും ദൈവത്തിലുള്ളൊരു വിശ്വാസം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. ഞാൻ പലപ്പോഴും പരിശുദ്ധ മാതാവിനെക്കുറിച്ച്, കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും അതിൽ വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം ഈശോയല്ല തരുന്നേ. മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈശോയോടായിരുന്നു കൂടുതൽ അടുപ്പം. ബാക്കി ജപമാലയും പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും മാതാവ് വഴി ഈശോയിലേക്ക് എന്ന് എനിക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നത് ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിരുന്നു എനിക്ക്. ഞാനിവിടെ 2003 ജനുവരിയിൽ വരുമ്പോൾ ജപ്തി നോട്ടീസ് വന്ന് കടബാധ്യത മൂലം വളരെയധികം വിഷമിച്ചിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളെല്ലാവരും ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മേലെ പോയിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് അവിടെ വെച്ച് ഓരോ നിയോഗം എഴുതുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ എന്നെയും ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് മാത്രമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഉടമ്പടി ഞാൻ എല്ലാതും കൃത്യമായി ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ആത്മീയമായി ഒരു ഉണർവ് എന്ന് പറയാൻ എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഞാൻ പത്രം കൊടുക്കും, അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇടവകയിൽ കൊടുക്കും, എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ അവസാനിപ്പിച്ചിരുന്നു. ഞാൻ രണ്ടാമതും വന്ന് 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കി. ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ അന്ന് എന്നോട് കൗൺസിലർ പറഞ്ഞു, മോളെ ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഒരു ആത്മീയ ലൈഫ് പോലെ എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങിയത്, ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു തുടങ്ങി. എനിക്ക് ആകുലത കുറഞ്ഞു. ഇനി എന്ത് വരും എന്നുള്ള ചിന്ത മാറി. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സാക്ഷ്യം പറയാനുള്ള ആദ്യത്തെ അനുഗ്രഹം, ജപ്തി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ജപ്തി വരുന്നത്, ഞങ്ങൾ 2013 വീട് പണിക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്ലാൻ മാറി ബിസിനസ്സിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് കോവിഡായി. അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം വന്ന് ബിസിനസ് പൂർണ്ണമായിട്ട് പോയി. ബിസിനസ് തകർന്നിരിക്കുമ്പോഴാണ് വീണ്ടും കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് ഹസ്ബൻഡിൻ്റെ ജോലി പൂർണ്ണമായി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ലോൺ പൂർണ്ണമായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, വഴിമുട്ടി, പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ മണ്ണ് അവിടെ നിന്ന് എടുത്തു, ഉപ്പ് വെഞ്ചരിച്ച് ഉപ്പും കൊണ്ടുപോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ വീട് പണിയുന്ന തറയുടെ ചുറ്റും, അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് ചുറ്റും ഞങ്ങൾ നടന്ന് വിശ്വാസപ്രമാണം ചൊല്ലി മണ്ണിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ 9 ദിവസം ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് പലരോടും ഞങ്ങൾ സ്ഥല കച്ചവടത്തിന് വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു കച്ചവടം നടക്കുന്നില്ല. ഞങ്ങൾ വെള്ളപ്പൊക്കത്തിന് ശേഷം 2018, 19 തുടങ്ങി ഭൂമി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല ബ്രോക്കർമാരെ സമീപിച്ചെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കലെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരാൾ തന്നെ വന്ന് അവർക്ക് അവരുടെ മകന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് കച്ചവടം നടക്കുകയും ചെയ്യുകയാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് നടന്ന എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് അതേപോലെ തന്നെ ഭവനം 13 ഞാൻ പറഞ്ഞിരുന്നു, വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തത്. 13 വർഷമായിട്ട് തറ കെട്ടിയതല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പണിയും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി 2 മാസം കഴിയുമ്പോൾ
എനിക്ക് എന്നെ വിളിച്ച എൻ്റെ അമ്മ പറയാണ്, ഞാൻ നിനക്കൊരു 5 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വയസ്സായി വരികയാണ്, നീ ഒരു കാര്യം ചെയ്തോ, നീ വീട് പണിയുകയാണെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ നീ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട്, അത് റിന്യൂ ചെയ്യേ, നീ എന്തെങ്കിലും ചെയ്യേ, ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റണല്ലോ എന്ന് മമ്മി പറഞ്ഞു. ആ 5 ലക്ഷം രൂപ മമ്മി തന്നതിൽ 2 ലക്ഷം കൊണ്ടുപോയി ഞങ്ങൾ എമർജൻസി ജപ്തി നോട്ടീസ് കൊണ്ടുപോയി അടച്ച് ജപ്തി ഒഴിവാക്കി. വീണ്ടും കിട്ടിയ കാശിന് ഞങ്ങൾ ബാക്കി 3 ലക്ഷം വെച്ച് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നിരുന്നില്ല. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് സ്ഥലക്കച്ചവടം എല്ലാം നടന്ന് വീട് പണി പൂർത്തിയായി. ഞങ്ങൾ ഈ മെയ് 16 വീട് വെഞ്ചരിച്ച് ഞങ്ങൾ താമസമാക്കി. അതിനോട് ചേർന്ന് അടുത്തെൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു, എനിക്കോ ഹസ്ബൻഡിനോ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരു സങ്കട അവസ്ഥ വന്നു. എൻ്റെ മക്കൾ എന്നോട് പറയും, ഞാൻ ഫാഷൻ ഡിസൈനറാണ്, അമ്മ ഏതെങ്കിലും ഒരു സ്കൂളിൽ വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ, അമ്മയ്ക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് ആർട്ടൊക്കെ അറിയില്ലോ, അമ്മ അവിടെ വന്ന് പഠിപ്പിക്കുക, ഞങ്ങളുടെ ഫീസ് അതുവഴി അടഞ്ഞു പോവില്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ, എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഏതെങ്കിലും ഒരു ജോലി തരണമേ, എൻ്റെ മക്കളെയെങ്കിലും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്നായിരുന്നു. അങ്ങനെ ഇരിക്കൽ എനിക്ക് എൻ്റെ ഒരു ആൻറ്റി UP-യിലുണ്ട്, നോർത്ത് ഇന്ത്യയിൽ. ആൻറ്റി അവിടെ ബറേലി രൂപതയുടെ അച്ഛന്മാരുടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് അവിടെ ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. എന്നോട് ചോദിച്ചു, നിനക്ക് വരാൻ ആഗ്രഹമുണ്ടോയെന്ന്. ഞാൻ ആ സമയത്ത് ജോലി അന്വേഷിക്കുന്നത് ആൻറ്റിക്ക് അറിയായിരുന്നു. ഞാൻ നാട്ടിലെവിടെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ ഓഫീസ് സെക്രട്ടറി കോഴ്സ് പഠിച്ച ആളാണ്, ഡിഗ്രിയും ഫാഷൻ ഡിസൈനിങ്ങും കഴിഞ്ഞ്. അപ്പോൾ ആൻറ്റിക്ക് അത് അറിയാവുന്നതുകൊണ്ട് ആൻറ്റി പറഞ്ഞു, നീ എന്നാൽ ഓഫീസിലേക്ക് ജോലിക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ ചേർന്നു. ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞു. ഭാഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദിയാണ്, എനിക്ക് ഫ്ലുവൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് വായിക്കാനറിയാമെന്നല്ലാതെ പറയാനെനിക്കറിയില്ല. ഓഫീസാവുമ്പം കൂടുതൽ കോണ്ടാക്റ്റ് പാരൻസിനോടാണ്, എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അവിടെ വെച്ചിട്ട് അവർ 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല, ഇൻ്റർവ്യൂ എന്നെ അറ്റൻഡ് ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല. ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ 2 മാസം കഴിഞ്ഞ്. അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ വഴിമുട്ടാണ്, ഞാൻ എന്ത് വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, എനിക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഞാൻ ആ ഇൻ്റർവ്യൂവിന് നിൽക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി. ഞാൻ എവിടെയാണ് നിൽക്കണേന്ന് ആലോചിച്ചില്ല. ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതേ മിനിറ്റിൽ, അതേ കഴിഞ്ഞ ഉടനെ വന്നിട്ട് എന്നോട് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വന്ന് പറഞ്ഞു, ജ്യോതിഷ മാനേജർ അച്ഛൻ പറഞ്ഞു, ജ്യോതിഷയുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. എനിക്ക് പെട്ടെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞിരുന്നത്, അമ്മ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് പഠിപ്പിക്കുക, ഞങ്ങൾ ആ സ്കൂളിൽ പഠിക്കട്ടെ എന്ന്. എന്നോട് വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസാണ് എൻ്റെ ഉള്ളിൽ വന്നത്. അപ്പം ഞാൻ മാതാവിനോട് അവിടെ നിന്ന് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്തെങ്കിലും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. എനിക്ക് വരയ്ക്കാൻ അറിയാം, എനിക്കെല്ലാം അറിയാം, പക്ഷേ എനിക്ക് അവിടെ ഫെയിൽഡ് ആവാണ്. എന്നിട്ട് എന്നെ വീണ്ടും ഇൻ്റർവ്യൂ, കാരണം എനിക്ക് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ വീണ്ടും ഡയസിസിൽ നടത്തി. അവിടെ വെച്ച് എനിക്ക് സെലക്ഷനായി. അവിടെ വെച്ച് എനിക്ക് ബിഷപ്പ് എൻ്റെ മക്കൾക്ക് പൂർണ്ണമായി ഫീസ് അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ആനുകൂല്യവും ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും സൗകര്യവും ബിഷപ്പ് ഞങ്ങൾക്ക് തന്നു. എൻ്റെ മക്കൾ ഇന്ന് 2 വർഷമായിട്ട് അവിടെ പഠിക്കുന്നു. ഇവിടെ നിന്ന് പോയതിനേക്കാൾ കൂടുതലും മെച്ചപ്പെട്ട് അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അവരെ പഠിക്കാനും അവർക്ക് പഠിക്കാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെയാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും നല്ല വിശ്വാസമുണ്ട്. അവരെന്നും പറയും, അമ്മേ, മാതാവാണ് നമ്മളിവിടെ എത്തിച്ച്, അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ചെയ്യുന്നു.
ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി മാതാവ് തരുന്ന ഓരോ ചെറിയ സഹനങ്ങളായിട്ടാണ് ഞാൻ ഇപ്പോൾ അതിനെ കാണുന്നത്. മാതാവ് ശരിക്കും ഒരമ്മയുടെ പോലെ താങ്ങുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റി. കാരണം എൻ്റെ തളർച്ചയിൽ എനിക്ക് എൻ്റെ കൂടെ നിന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. എനിക്ക് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ സ്മെല്ലോ അല്ലെങ്കിൽ സാന്നിധ്യമായിട്ട് എന്നെ പ്രത്യക്ഷപ്പെടുകയോ സ്വപ്നത്തിലോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരിക്കലെങ്കിലും അമ്മേ മാതാവ് എൻ്റെ അടുത്ത് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ അമ്മയുടെ സഹായം എൻ്റെ ഒരു അമ്മയുടെ പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ തളർച്ചയിൽ എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് നയിച്ചത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം വളരെ മെച്ചപ്പെടുത്താൻ സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് അവിടെ സ്കൂള് രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യും സമ്മർ ടൈമിൽ. അപ്പം ഞങ്ങൾക്ക് ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം ബൈബിൾ വായിച്ച് പേഴ്സണൽ പ്രെയർ ചെയ്ത് 5:30 പ്രാർത്ഥനയും കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസവും എൻ്റെ ഒരു പ്രവൃത്തികളും ഞാൻ ആരംഭിക്കുക. അത് എൻ്റെ മക്കൾക്കും ഒരു ശീലമായി. അത് ചെയ്യുമ്പോൾ അത് മുടങ്ങിയ ഞാൻ പോലും ഇതായി കറക്റ്റ് ടൈം അവരെന്നെ ഓർമ്മിപ്പിക്കും, അവരെന്നെ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ പേഴ്സണൽ പ്രെയറിലും ദൈവത്തിലൊരു വിശ്വാസം വന്നു. ഞാൻ ഒരു കാര്യങ്ങളും ഞാനുമായാലും എൻ്റെ ഹസ്ബൻഡായാലും ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും നമുക്കൊന്നും തീരുമാനം എടുക്കണ്ട. പണ്ട് ഞങ്ങൾ ഓരോന്നും വിഭാവനം ചെയ്യും, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കില്ല. പരിശുദ്ധ അമ്മയോട് ഈശോയോട് പറയും, ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയും നമുക്കൊന്നും ആലോചിക്കണ്ട, ഇതുവരെ നമ്മൾ വന്നത് നമ്മൾ ആഗ്രഹിച്ചതോ നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ല, എല്ലാം തമ്പുരാൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്, എല്ലാം നടക്കും, എല്ലാം അതിൻ്റെ വഴിക്ക് വരും എന്നുള്ളൊരു വിശ്വാസം ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഈശോയെ നീയാണ് ഞങ്ങളെ നയിക്കുന്നത്, നീയാണ് ഞങ്ങളുടെ കൂടെയുള്ളത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളർത്താൻ അമ്മയാണ് എന്നെ സഹായിച്ചത്. പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഹിന്ദി പത്രമാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും ആദ്യം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും നോർത്ത് ഇന്ത്യയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, നിനക്കതവിടെ കൊടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രശ്നം ഗവൺമെൻറ് ഉണ്ടാക്കും, അവർ പ്രശ്നം ഉണ്ടാക്കുന്ന നാടാണ്. എന്നെ ഹസ്ബൻഡ് എപ്പോഴും അങ്ങനെ ഒരു ഭയം തരുമായിരുന്നു. എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് പറയും എനിക്ക് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകും എന്ത് വന്നാലും എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും. ഏറ്റവും ആദ്യം ഞാൻ കൊടുക്കുന്നത് എൻ്റെ കോർ വർക്കേഴ്സിന്, ടീച്ചേഴ്സിന്, സ്റ്റാഫുകൾക്ക്, ആ പള്ളിയിലുള്ള ഇടവകളിലെ ആളുകൾക്ക് മാത്രമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടി വിശ്വാസികളിലേക്ക്, നമ്മുടെ പള്ളികളിലേക്ക്, ഇവിടുത്തെ മാതിരിയല്ല, അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്, വിശ്വാസികളായിട്ട് വരുന്നവരുണ്ടാവും, അക്രൈസ്തവരായവർ. അവരോട് എനിക്കറിയാവുന്ന ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ 2 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് വെച്ച് ഞാൻ എനിക്കറിയുന്നത് പോലെ ഞാൻ പറയും. എന്നോട് അവർ പലരും ചോദിക്കും നീ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നേ, നീ എന്തിനാണ് ഇവിടെ വന്നേ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ കൊണ്ടുവന്നത് പരിശുദ്ധ മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ അവരോട് പറയും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് ലോക്കലായിട്ട് ആരെയും അധികം ആളുകളെ അറിയില്ല, പരിമിതികളുണ്ട്. എനിക്ക് ഭാഷയും നാടും വേറെ ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാൻ ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ മക്കൾക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കും, കളർ പെൻസിലുകൾ വാങ്ങിക്കൊടുക്കും. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ എനിക്ക് പഠിപ്പിക്കുമ്പോൾ അറിയാവുന്ന കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് കുറവെന്ന് കാണുമ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധ കുർബാന കഴിയുന്നത് ഞാൻ മുടക്കാറില്ല. ഞാൻ പറഞ്ഞു രാവിലെ 6:30 എനിക്ക് സ്കൂളിലെത്തണം. കുർബാന മിക്കവാറും 5:15 അപ്പോൾ ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ കുർബാനയ്ക്ക് പോകും. 6:30 സ്കൂൾ തുടങ്ങുന്ന ടൈമിൽ, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടില്ല. കുർബാനയുടെ ടൈമിലായിരിക്കും ഉടമ്പടി പ്രാർത്ഥന വരിക, രാവിലത്തെ പ്രാർത്ഥന. അപ്പം ഞാൻ ലൈവായിട്ട് നിൽക്കാതെ ഞാൻ തന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എനിക്ക് കുറച്ചധികം ദൂരമുണ്ട്. ഞാൻ മഞ്ഞാണെങ്കിലും എത്ര മഞ്ഞ് വീഴുകയാണെങ്കിലും തണുപ്പുള്ള സ്ഥലം കൂടിയാണ്, തണുപ്പുള്ളപ്പോൾ ഞാൻ പള്ളിയിൽ പോകും. അപ്പോൾ എന്നോട് അവിടെ നിന്ന് സിസ്റ്റേഴ്സ് ചോദിക്കും ജ്യോതിഷേ നീ ഹെൽത്ത് ഇഷ്യൂ വരും, നീ ഇത്രയും തണുപ്പടിച്ച് വരണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും സിസ്റ്ററെ എനിക്ക് വിശുദ്ധ കുർബാന എനിക്കിത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു ഉണർവില്ല സിസ്റ്ററെ, എനിക്ക് വരണം, സാരമില്ല, ബാക്കിയൊക്കെ തമ്പുരാൻ നോക്കിക്കൊള്ളും എന്ന് പറയും.
എൻ്റെ ഓരോ ലൈഫിലും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമ്പോഴും എന്നോട് ഈ പറഞ്ഞ സിസ്റ്റേഴ്സ് തന്നെ പറയും, ജ്യോതിഷേ നിൻ്റെ വിശ്വാസവും നിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം നിനക്ക് അനുഗ്രഹം തരുന്നതെന്ന്. സത്യമാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയുടെ അതേ ഫലം എനിക്ക്, വിശുദ്ധ കുർബാനയെ കിട്ടുന്ന അതേ ഫലം ഉടമ്പടി പ്രാർത്ഥന, രണ്ടും എനിക്ക് ഒരേ ശക്തിയാണ് തരുന്നത്. പരിശുദ്ധ അമ്മ കൂടെ നൽകുന്നത്. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടെൻഷൻ വന്നാൽ പോലും എനിക്ക് വളരെ ശാന്തമായി പെരുമാറാൻ, വളരെ ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്ക് മക്കളോട് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ എന്നെ നയിക്കുന്നതിനും എന്നെ ഇതുവരെ കൊണ്ടു നടത്തിയതിനും ഞാൻ നന്ദി പറയുന്നു.